നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 991st day. Today 35th ശ്ലോക of പ്രഥമസ്കന്ധം 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 991 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം തത്സത്. ആഹൂതോ ഭഗവാൻ രാജ്ഞ യാചയിത്വാ ദ്വിജേ നൃപം ഉവാസകതി ചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഓം തത്സത്. ആഹൂതം ഭഗവാൻ രാജ്ഞ യാചയിത്വാ ദ്വിജേ നൃപം ഉവാചകതി ചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ആഹൂത ഭഗവാൻ രാജ്ഞ യാചയിത്വാ ദ്വിജേർ നൃപം ഉവാസ കതി ചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയ. പദം പിരിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് രാജാവിനാൽ ആഹൂത ഭഗവാൻ ആഹ്വാനം ചെയ്യപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വിജയ് ബ്രാഹ്മണരെ കൊണ്ട് നൃപം രാജാവിനെ യാചയിത്വ യജിപ്പിച്ചിട്ട് സുഹൃദാം സുഹൃത്തുക്കളുടെ പ്രിയകാമ്യയ പ്രിയം കൊണ്ടുള്ള കാംക്ഷ ആഗ്രഹം കൊണ്ട് ഗതി ചിന്മാസാൻ കുറേ മാസങ്ങളെ ഉവാസ വസിച്ചു. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ ഈ യാഗങ്ങൾ അശ്വമേധയാഗങ്ങൾ നടത്താൻ കൂട്ടിക്കൊണ്ടുവരികയും അദ്ദേഹം കുറേ നാൾ ഇവരുടെ കൂടെ വസിച്ചുകൊണ്ട് ഈ യാഗങ്ങളൊക്കെ യുധിഷ്ഠിരർക്ക് ചെയ്തു കൊടുത്തു. തൻ്റെ സുഹൃത്തുക്കളുടെ അതായത് അർജുനൻ മുതലായിട്ടുള്ളവരുടെ കാംക്ഷ കൊണ്ട് ആഗ്രഹം കൊണ്ട് അവരൊക്കെ അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ കുറേ മാസങ്ങൾ ഇവിടെ വസിച്ചു. ഈ യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഹസ്തിനപുരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ കുറേ നാൾ ഭഗവാൻ വസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ആദ്യം എല്ലാം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെയൊക്കെ രക്ഷിച്ച് മധുരാപുരിയിലേക്ക് പോയതാണ്. ആ പോയടുക്ക് നിന്നും വീണ്ടും തനിക്ക് മനസ്സമാധാനമില്ല, അശ്വമേധയാഗങ്ങൾ നടത്തിത്തരണമെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരികയും ഭഗവാന്റെ ഇച്ഛപ്രകാരം വടക്ക് ഭാഗത്തുള്ള ധനം ശേഖരിക്കുകയും അങ്ങനെ ഭഗവാൻ തന്നെ ആ യജ്ഞങ്ങളൊക്കെ അശ്വമേധയാഗങ്ങളൊക്കെ വളരെ പ്രിയത്തോടുകൂടി ഇവർക്ക് ചെയ്തു കൊടുത്തു. അവർ പ്രിയത്തോടുകൂടി അപേക്ഷിച്ചത് പ്രകാരം ഭഗവാൻ കുറേ മാസങ്ങൾ അവിടെ കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ തന്നെ രാജാവിനെ കൊണ്ട് യാഗങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജാവിൻ്റെ അശ്വമേധയാഗങ്ങളൊക്കെ ഭഗവാൻ നല്ല വിധം നടത്തി കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം തത്സത്. ആഹൂതോ ഭഗവാൻ രാജ്ഞ യാചയിത്വാ ദ്വിജേ നൃപം ഉവാസകതി ചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. സുഹൃത്തുക്കളുടെ ആഗ്രഹപ്രകാരം വസിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.